Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോട്ടോൺ അബ്സോർപ്ഷനെ കുറിച്ചും അതേപോലെ തന്നെ ഒരു എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു ഫോട്ടോണിനുണ്ടാകുന്ന ഫ്രീക്വൻസി ചേഞ്ചിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു ഫോട്ടോൺ വിത്ത് ഫ്രീക്വൻസി ന്യൂ ഒരു എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് താഴത്തേക്ക് വരുമ്പോൾ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമ്പോൾ എർത്തിൻ്റെ സർഫസിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ന്യൂ പ്രൈം വിൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ എന്ന് നമ്മൾ അതായത് എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരു ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യപ്പെടും. ഏത്? ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് ദ എർത്ത്. ഇഫ് ഫോട്ടോൺ ഈസ് coming towards earth, frequency of photon increases. അപ്പോൾ നമുക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തതാണ്. ന്യൂ പ്രൈം minus nu is equal to nu gh by h square എന്നൊക്കെ നമ്മൾ സി സ്ക്വയറിന് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് ക്യാപിറ്റൽ ജി, സ്മോൾ ജി, ന്യൂ ജി എച്ച് ബൈ എച്ച് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാവുക. അതിൽ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റാണ്. അപ്പോൾ ഒരു ഹൈറ്റ് എച്ച് ഹൈറ്റ് ഫാൾ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക്. പക്ഷെ ആ ടേം എന്ന് പറയുന്നത് ന്യൂ ജി എച്ച് ബൈ സി സ്ക്വയർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ സിറ്റുവേഷനിൽ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോട്ടോണിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്രോക്സിമേറ്റ്ലി നമുക്കത് ഇല്ല എന്നുള്ള രീതിയിൽ വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഒരു സി സ്ക്വയർ ടേം ഉണ്ട്. ആ സി സ്ക്വയർ ടേം വരുന്നത് കൊണ്ട് തന്നെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു വെരി ഫ്യൂ മീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ചേഞ്ച് മാത്രമേ ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതേ ഒരു സിറ്റുവേഷൻ നമ്മളൊരു സ്റ്റാറിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഡോമിനൻസ് വരും. അതിൽ നമ്മൾ എന്താ പറയണതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫോട്ടോൺ താഴത്തേക്ക് വരുന്തോറും എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് താഴത്തേക്ക് വരുന്തോറും അതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നുണ്ടെങ്കിൽ അതേ ഫോട്ടോൺ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അതായത് ഇഫ് ദ ഫോട്ടോൺ ഈസ് മൂവിങ് അവേ ഫ്രം ദ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇറ്റ്സ് ഫ്രീക്വൻസി വിൽ decreases. If photon, so we can say that if photon is moving away from Earth's gravitational field, if the photon is moving away from Earth's gravitational field, then its frequency decreases. സോ എർത്ത് ഫീൽഡിൽ നിന്ന് ഈ ഫോട്ടോൺ എർത്ത് ഇതാണെങ്കിൽ എർത്ത് ഫീൽഡിൽ നിന്ന് ഫോട്ടോൺ മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിക്ക് കുറവ് സംഭവിക്കുന്നു എന്നും മനസ്സിലാക്കാം. അപ്പോൾ അതേ സിറ്റുവേഷൻ നമുക്ക് എർത്ത് മാറ്റിയിട്ട് ഒരു സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഡിസ്കസ് ചെയ്യാം. ഒരു സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണെങ്കിൽ അപ്പോൾ സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്റ്റാറിൽ നിന്ന് അകന്നു പോകും തോറും ഒരു സ്റ്റാറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോൺ പുറപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ചോ, ആ ഫോട്ടോണിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടെന്ന് വിചാരിക്കുക. സ്റ്റാറിൽ നിന്ന് ആ ഫോട്ടോൺ അകന്നു പോകും തോറും അതിൻ്റെ എന്താ പറയുക ഫ്രീക്വൻസി കുറയുന്നതായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിനോമിനയാണ് ഈ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റാണ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്ട്രോണമിക്കൽ ഇഫക്റ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ സംഭവിക്കുന്ന രീതിയിൽ തന്നെ നമ്മളൊരു സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എടുക്കാൻ പോവാണ്. സോ യു കൺസിഡർ എ സ്റ്റാർ ഓഫ് മാസ് m and radius r and radius capital R. ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടെന്ന് വിചാരിച്ചോ.
ആ സ്റ്റാറിൽ നിന്നൊരു ഫോട്ടോൺ പുറപ്പെടുന്നുണ്ട്. ഞാൻ ആ ഫോട്ടോൻ്റെ റെപ്രസെൻറ്റേഷൻ നടത്തിയത് അതിൻ്റെ വേവ് റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെയാണ്. ഇനീഷ്യലി അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണ്, കുറച്ച് കഴിയുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു. തിരിച്ചു പറയുകയാണെങ്കിൽ വേവ് ലെങ്ത് കുറവാണ്, വേവ് ലെങ്ത് കൂടുന്നു. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ എർത്തിൻ്റെ ഈ സ്റ്റാറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. ഓക്കെ, ഇതിലാണ് ഈ ബിഹേവിയറിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നൊക്കെ നമുക്ക് പതിയെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി നമുക്ക് ന്യൂ പ്രൈം എന്ന് എഴുതാം. ന്യൂ പ്രൈം ഈസ് ലെസ് ദാൻ ന്യൂ. ഓക്കെ, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. യു കൺസിഡർ എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി ന്യൂ ഈസ് കമ്മിങ് ഫ്രം എ സ്റ്റാർ. Consider a photon of frequency nu is emitted by a star of radius capital R and mass capital M. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോണിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, മാസ് ക്യാപിറ്റൽ എം. ഓക്കെ, ദെൻ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, നമ്മളുടെ സ്റ്റാറിന് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റാർ ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്കിൾ മാസ് സ്മോൾ എം ഇവിടെ വെക്കുകയാണെന്ന് വിചാരിച്ചു. ഒരു പാർട്ടിക്കിൾ മാസ് എം, അതിൻ്റെ റേഡിയസ് സ്റ്റാറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഈ സ്റ്റാറിൻ്റെ മാസ് ക്യാപിറ്റൽ എം. അപ്പോൾ സ്റ്റാർ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു പാർട്ടിക്കിളിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇറ്റ് വിൽ generate a gravitational potential energy on the particle. So potential energy associated with a particle of mass m will be, you can write it as minus g capital M small m by r on the surface of the star, of radius capital R and mass capital M. So potential energy will be minus g capital M by R എന്ന് വരും. ഈ നെഗറ്റീവ് സൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒരു പാർട്ടിക്കിളും എർത്തിൻ്റെ മാസും സ്റ്റാറിൻ്റെ മാസും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ വർഡൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിനെ എർത്തിൻ്റെ അതായത് സ്റ്റാറിൻ്റെ സർഫസിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കണമെങ്കിൽ യു ഹാവ് ടു ഡു സം വർക്ക് against the ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ, അതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. അപ്പോൾ ഓൺ ദ സർഫസ് നമ്മൾ ഈ മാസ് എം എന്ന് പറയുന്ന ഒരു ഫോട്ടോൺ ആണെന്ന് വിചാരിച്ചു. ആ ഫോട്ടോൺ എന്ന് പറയുന്നതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ h/c² ആണ് റെപ്രസെന്റ് ചെയ്യുക. മൊമെന്റം mass of the photon is h/c². നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. So on the surface of the star, total energy of photon എന്ത് വരും? ഫോട്ടോണിൻ്റെ ടോട്ടൽ എനർജി എന്ത് വരും? ഫോട്ടോണിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് E എന്ന് റെപ്രസെന്റ് ചെയ്യാം. E will be equal to the quantum of energy h/nu plus potential energy. Correct? ക്വാണ്ടം ഓഫ് എനർജി h/nu ഉണ്ട്. ന്യൂ ഫ്രീക്വൻസിയുള്ള ഒരു ഫോട്ടോൺ ആണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് h/nu ആയിരിക്കും.
പിന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇതിന് വരും. ഫോട്ടോണിനൊരു മാസ് h/c² ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് h/c². അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം h പ്ലസ് മൈനസ് g capital M into h/c² by r. Okay, this is the expression for the total energy. Total energy is equal to h minus gm h by c² capital R. Okay. ഇനി നമ്മൾ ഈ ഫോട്ടോൺ മൂവ് ചെയ്ത് വളരെ വെരി ലാർജ് ഡിസ്റ്റൻസിൽ എത്തിയെന്ന് വിചാരിച്ചോ. വെരി ലാർജ് ഡിസ്റ്റൻസിലെത്തിയപ്പോൾ അവിടുത്തെ എനർജി h എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ക്വാണ്ടം ഓഫ് എനർജി ഇവിടെ h ആണ്. ഇവിടെ h പ്ലസ് ഈ ഒരു ടൈം വരും മൈനസ് gm h/c² വരും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറയുന്നത് h ആണ്. ഈ സ്റ്റാറിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നിങ്ങളുടെ ഫോട്ടോൺ ഇപ്പോൾ നിൽക്കുന്നത് എങ്കിൽ ഈ സ്റ്റാർ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. യു ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ടേം നമുക്ക് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ h ആണ് വരിക. നമുക്കറിയാം ഫോട്ടോൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവസാനിക്കുമ്പോഴും ഒരേ എനർജി ആയിരിക്കും. കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഇവിടെയുള്ള എനർജി തന്നെയായിരിക്കും ഇവിടെ വേണ്ടി വരിക. അപ്പോൾ എന്തായി ഈ h എന്ന് പറയുന്ന എനർജി ഈ ഇനീഷ്യൽ എനർജി ഇക്ക് തുല്യമായിരിക്കും എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അറ്റ് ലാർജർ ഡിസ്റ്റൻസസ് ഫ്രം ദ സ്റ്റാർ, at larger distances from the star, gravitational photon is beyond the gravitational influence. Photon is beyond the gravitational influence. Beyond the gravitational influence. And hence the total energy is purely electromagnetic, which is quantum of energy h prime. By the conservation of energy, initial energy തന്നെയായിരിക്കും ഫൈനൽ എനർജി ഉണ്ടാവുക. കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാം. h minus gm h by c², which is the initial energy E, that is equal to final energy h prime. Okay, clear? By expression കിട്ടി. So you can write h prime is equal to h into 1 minus gm by c². ഇവിടെ ഒരു c² r ഉണ്ട്, ആ റിലേഷൻ വിട്ടുപോയതാണ്. h മൈനസ് gm h by c² r എന്നാണ് റിലേഷൻ വരിക. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് g ക്യാപിറ്റൽ M സ്മോൾ m ബൈ r ആണ്. മൈനസ് g ക്യാപിറ്റൽ M h ബൈ c² r എന്നാണ് വരിക. ഈ r നമ്മൾ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. സോ h മൈനസ് gm ബൈ c² r എന്ന് എഴുതും. സോ h prime is equal to h into 1 minus gm by c² r, not r² r. Okay. So you can write it as nu prime by nu is equal to 1 minus gm by c² r. നമുക്ക് ഒരു കാര്യം ചെയ്യാം. nu prime minus nu by nu കണ്ടുപിടിക്കാം. That will be equal to അല്ലെങ്കിൽ nu minus nu prime, കാരണം എന്താ വെച്ചാൽ nu prime ആണ് സ്മോള്. അപ്പോൾ 1 minus nu prime by nu എന്ന് വരും. So that will be equal to gm by
സി സ്ക്വയർ ആർ. ഈ റിലേഷനിൽ നിന്ന് അത് കിട്ടി. ഓക്കെ, 1 മൈനസ് ന്യൂ പ്രൈം ബൈ ന്യൂ എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 minus gm c square, so that will be equal to gm by c square r. That is delta nu by nu is equal to gm by c square r. This is the expression for gravitational redshift. എന്താണ് നമുക്ക് പറയാം ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ്? എന്തുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുന്നു. ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ജി എം ബൈ സി സ്ക്വയർ ആർ ആണ്. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻11. എം ഈസ് ദ മാസ് ഓഫ് ദ സ്റ്റാർ, ക്യാപിറ്റൽ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്റ്റാർ. അപ്പോൾ സ്റ്റാറിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ഷിഫ്റ്റ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ is equal to gm by c square r. This gm by c square r is always positive. So delta nu by nu will be always positive. That means nu minus nu prime by nu is always positive. That means nu prime is less than nu. Frequency കുറയുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. nu is greater than nu prime. So nu prime is less than nu. So due to the gravitational influence, the frequency of the photon is decreasing as the photon is moving away from the star. Okay, അപ്പോൾ ഈ ന്യൂ പ്രൈം എന്ന് പറയുന്നത് ന്യൂവിനേക്കാളും കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എർത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരു ഫോട്ടോൺ എച്ച് ന്യൂ ആണെന്ന് വിചാരിച്ചോ. ഈ എച്ച് ന്യൂ എന്ന് പറയുന്നത് എച്ച് സി ബൈ ലാംഡ എന്ന് എഴുതാം. ഇപ്പോൾ അത് ഗ്രീൻ വേവ് ലെങ്ത് ആണ് വരുന്നതെന്ന് വിചാരിക്കും. വേവ് ലെങ്ത് ഗ്രീൻ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രീക്വൻസി ഉണ്ടാവും. കുറച്ച് അകലേക്ക് പോകും തോറും, അകലം കൂടുന്തോറും, വളരെയധികം അകലം കൂടുന്തോറും ഇത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എച്ച് ന്യൂ പ്രൈം ആയിരിക്കും. അതായത് എച്ച് സി ബൈ ലാംഡ പ്രൈം ആയിരിക്കും. ഈ ലാംഡ പ്രൈം എന്ന് പറയുന്നത് വേവ് ലെങ്ത് കൂടിയിട്ടുണ്ടാവും. ആ വേവ് ലെങ്ത് കൂടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മൂവ് ടുവേർഡ്സ് ദ റെഡ് എൻഡ്. അതായത് റെഡിനാണ് ഗ്രീനിനേക്കാളും വേവ് ലെങ്ത് കൂടുതൽ. അപ്പോൾ ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് ചെറിയ ഷിഫ്റ്റ് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ആസ് എ ഫോട്ടോൺ ഈസ് മൂവിങ് away from the star, photon in the visible region of spectrum is shifted towards the red edge. That means frequency decreases and wavelength increases. This phenomena is called gravitational red shift. Okay. അപ്പോൾ വളരെ അകലെയുള്ള സ്റ്റാറിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ഒക്കെ കൂടുതലും ഗ്രീനിൽ സ്റ്റാർട്ട് ചെയ്താലും അല്ലെങ്കിൽ ഗ്രീനിലോ വയലറ്റിലോ സ്റ്റാർട്ട് ചെയ്യുന്ന വിസിബിൾ റീജിയനിലുള്ള സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻ ഇവിടെ എത്തുമ്പോഴേക്കും അത് എന്തായി മാറിയിട്ടുണ്ടാവും? ഒരു എന്തായിട്ട് റെഡ് എൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതാണ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ സാധാരണ നമ്മൾ പറയാറുള്ള ഡോപ്ലർ റെഡ് ഷിഫ്റ്റിൽ നിന്ന് വ്യത്യാസമാണ്. നമ്മൾ ഡോപ്ലർ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഫിനോമിന നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഡോപ്ലർ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ അപ്പാരന്റ് റിസഷൻ കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ആണ്. എർത്തിന്റെ അപ്പാരന്റ് റിസഷൻ കൊണ്ടുണ്ടാവുന്ന സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള ഷിഫ്റ്റ് ആണ് നമ്മളുടെ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്റ്റന്റ് ഗാലക്സിയിൽ കാണുന്ന ഡോപ്ലർ ഷിഫ്റ്റ്. ആ ഡോപ്ലർ ഷിഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് ഉണ്ടാവാൻ കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിൽ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി കുറയുന്നത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമുക്ക്
ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോദിക്കും എല്ലാ തരത്തിലുള്ള സ്റ്റാറുകളിലും ഇത്തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സണ്ണിൻ്റെ മാസ് ഉപയോഗിക്കുക, സണ്ണിൻ്റെ റേഡിയസും ഉപയോഗിക്കുക, എന്നിട്ട് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റിൻ്റെ ഡെൽറ്റ ന്യൂ ബൈ ന്യൂ കണ്ടുപിടിക്കുമ്പോൾ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുക. അപ്പോൾ സണ്ണിനെ പോലുള്ള സിറ്റുവേഷൻ, സണ്ണിൻ്റെ മാസും സണ്ണിൻ്റെ റേഡിയസും ഉള്ള സ്റ്റാറുകളിലൊന്നും ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ് ഷിഫ്റ്റ്. പക്ഷേ ഇഫ് gm/c²r ഈസ് അപ്രീഷിയബിൾ, if gm/c²r is appreciable, we can observe gravitational redshift. We can observe gravitational redshift. Okay. അപ്പോൾ അത് നോർമലി നമ്മൾ കാണുന്ന ഇതെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് ഒക്കെ നമുക്ക് കുറച്ചെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് വൈറ്റ് ഡ്വാർഫ് സ്റ്റാറിലായിരിക്കും. വൈറ്റ് ഡ്വാർഫ് സ്റ്റാറുകളിലൊക്കെ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് കാണാൻ പറ്റും. വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏകദേശം എർത്തിൻ്റെ സൈസും സണ്ണിൻ്റെ മാസും ഉള്ള റേഞ്ചിലുള്ള സ്റ്റാറുകളാണ്. അത്തരം സ്റ്റാറുകളിൽ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എം എന്ന് പറയുന്നത് വളരെ ലാർജും ആർ എന്ന് പറയുന്നത് വളരെ സ്മോളും. അപ്പോൾ ആർ സ്മോളും എം ലാർജും ആയതുകൊണ്ട് gm/c²r എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി ആയിട്ടും ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേവ് ലെങ്ത് ഡിഫറൻസ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാവുന്ന രീതിയിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ഇനി വളരെ സവിശേഷമായിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് സ്റ്റാറുകളെ കുറിച്ചും കൂടി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ബ്ലാക്ക് ഹോൾസ് ആണ്. ബ്ലാക്ക് ഹോൾസ് നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റിന്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഹോൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ലളിതമായിട്ട് ഡിസ്കസ് ചെയ്യാം. യു കൺസിഡർ സപ്പോസ് യു ഹാവ് എ സ്റ്റാർ, സപ്പോസ് a star which is very dense, വളരെ ഹ്യൂജ് മാസ് ചെറിയ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു സ്റ്റാർ ആണ്. വെരി ഡെൻസ് ആൻഡ് റേഡിയസ് ആൻഡ് വെരി സ്മോൾ റേഡിയസ് such that gm/c²r is greater than or equal to 1. ഇങ്ങനൊരു കണ്ടീഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. നോർമലി c² എന്ന് പറയുന്നത് വളരെ 3 × 10⁸ m/s ആണ്. c²r മൾട്ടിപ്ലൈ ചെയ്ത് gm/c²r കണ്ടുപിടിക്കുമ്പോൾ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1നേക്കാളും കൂടുതലായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിലുള്ള ഒരു സ്റ്റാറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് വളരെ ലാർജ് ആയിരിക്കും, റേഡിയസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. സോ gm/c²r എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ വന്നു വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു E is equal to h⁻ - gmh⁻c²r എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. E is equal to h⁻ - gmh⁻c²r. ഇതാണ് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. E is equal to h⁻ - gmh⁻c²r എന്നുള്ള റിലേഷൻ. ഇതിൽ അപ്പോൾ നമുക്ക് h⁻ പുറത്തേക്ക് എടുക്കാം. h⁻ × 1 - gm/c²r എന്ന് എഴുതാം. If c²r is greater than or equal to 1, then E is less than 0 or equal to 0. That means total energy is negative or 0. Clear? അതായത് gm/c²r greater than 1 വന്നാൽ E നെഗറ്റീവ് ആവും. gm/c²r 1 വന്നാൽ E എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത്തരൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റാറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫോട്ടോണിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 0.
എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ടോട്ടൽ എനർജി 0 ആണെങ്കിൽ അതിൻ്റെ എർത്തിൻ്റെ സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിനെ ഓവർകം ചെയ്ത് ഈ ലൈറ്റ് ഒരു ഫോട്ടോണിന് പോലും പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ് അർത്ഥം. സോ നോ ഫോട്ടോൺ വിൽ കം ഔട്ട് ഫ്രം ദ സ്റ്റാർ and hence the star will be invisible. കാരണം സ്റ്റാറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോണിന് പോലും പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ സ്റ്റാറിൽ വന്നാൽ സ്റ്റാറിൻ്റെ ഡെത്ത് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ഡെഡ് ബോഡി ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. ഇൻവിസിബിൾ ആണ്. ഇറ്റ്സ് എ ഡെഡ് ബോഡി വിച്ച് ഈസ് ഇൻവിസിബിൾ ആൻഡ് ദാറ്റ് സ്റ്റാർ ഈസ് കോൾഡ് ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന അത്തരത്തിലുള്ള സ്റ്റാർ. അപ്പോൾ ഒരു സ്റ്റാർ ബ്ലാക്ക് ഹോൾ ആവുകയാണെങ്കിൽ, ബ്ലാക്ക് ഹോളിന് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നിങ്ങളുടെ എന്താ പറയുക ആസ്ട്രോഫിസിക്സിലുണ്ട്. ബ്ലാക്ക് ഹോളിൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് gm/c²r ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് കണ്ടീഷൻ ബ്ലാക്ക് ഹോൾ. ഇപ്പോൾ നമുക്ക് ഫോട്ടോൺ പുറത്തേക്ക് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. 3rd സെമസ്റ്റർ BSc ഫിസിക്സിൽ നമ്മൾ മെക്കാനിക്സ് ഒക്കെ പഠിച്ചപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്കേപ്പ് വെലോസിറ്റി ഒരു സ്റ്റാറിൻ്റെ മാസ് എമ്മും റേഡിയസ് ക്യാപിറ്റൽ ആറും ആണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഈസ് വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു √2gm by r. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി വരും. ഓക്കെ, സോ for a black hole √2gm by r will be greater than c. അപ്പോൾ ഫോട്ടോണിൻ്റെ മാക്സിമം സ്പീഡ്, പോസിബിൾ സ്പീഡ് എത്രയാണ്? c ആണ്. സിയിനേക്കാളും കൂടുതലാണ് ആ സ്റ്റാറിൽ നിന്ന് പാർട്ടിക്കിളിന് രക്ഷപ്പെടാനുള്ള എസ്കേപ്പ് വെലോസിറ്റി എങ്കിൽ ഒരു ഫോട്ടോൺ പോലും, ലൈറ്റ് പോലും ഈ സ്റ്റാറിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ബ്ലാക്ക് ഹോളിൻ്റെ കണ്ടീഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. സോ √2g കണ്ടീഷൻ ഫോർ എ ബ്ലാക്ക് ഹോൾ ഈസ് √2gm by r is greater than c, or you can write it as 2gm by r is greater than c square എന്ന്. So 2 is greater than c square r by gm എന്ന്. So you can write it as gm by c square r will be greater than 1/2. This is the condition for black hole. ഒരു സ്റ്റാർ ബ്ലാക്ക് ഹോൾ ആവാൻ വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? gm/c²r ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മളൊരു കണ്ടീഷനും കൂടിയും ഡിസ്കസ് ചെയ്യാണ്. ഒരു സ്റ്റാർ ബ്ലാക്ക് ഹോൾ ആവണമെങ്കിൽ ഏറ്റവും മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2gm by r is equal to c എന്ന് കൊടുക്കേണ്ടി വരും. ഇതാണ് കണ്ടീഷൻ. നമുക്ക് ആ ആറിനെ RS എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിന് പകരം RS എന്നുള്ള സിമ്പിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2gm by RS is equal to c². So RS is equal to 2gm by c². This radius is the minimum radius, limiting value of the radius of the star to be a black hole. Black hole ആവാൻ വേണ്ട ലിമിറ്റിംഗ് റേഡിയസ് ആണ് √2gm by r. m പാസുള്ള ഒരു സ്റ്റാറിന് അതിൻ്റെ മിനിമം, അതിന് റേഡിയസ് ഈ റേഡിയസിലെത്തിയാൽ മാത്രമേ അത് എന്ത് സംഭവിക്കുള്ളൂ? അതിന് ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുള്ളൂ. ഈ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് ഷുവാർട്സ്ചൈൽഡ് റേഡിയസ്.
എല്ലാവർക്കും അറിയുന്നതാണ്. +2 തലത്തിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ ഈ റേഡിയസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. RS എന്ന് പറയുന്ന എക്സ്പ്രഷനും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ ഇൻവിസിബിൾ ആണെങ്കിലും അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പറയുന്ന ഒരു ഡബിൾ സ്റ്റാർ സിസ്റ്റത്തിൽ 2 സ്റ്റാറുകൾ, ഒരു സ്റ്റാർ ക്ലോക്ക് വൈസും മറ്റൊരു സ്റ്റാർ ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുന്ന, മ്യൂച്വലി ഓപ്പോസിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാർ സിസ്റ്റത്തിൽ സ്റ്റാറുകളുടെ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ഈ വിസിബിൾ ആയിട്ടുള്ള സ്റ്റാറിൽ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പീൽ ഓഫ് ചെയ്യപ്പെടുന്ന മാസ്, അട്രാക്ട് ചെയ്യപ്പെടുന്ന മാസ് ഈ ബ്ലാക്ക് ഹോളിൻ്റെ റീജിയനിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും അങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടുന്ന മാസിൻ്റെ ഉപയോഗം കൊണ്ട് എക്സ്റേസ് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു, അതായത് ഒരു ഡബിൾ സ്റ്റാർ സിസ്റ്റത്തിൽ ഒരു കമ്പാനിയൻ, 2 സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ ഒരു വിസിബിൾ സ്റ്റാറും മറ്റൊന്നൊരു കമ്പാനിയനും ആണെങ്കിൽ, ആ കമ്പാനിയൻ ഒരു ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഈ വിസിബിൾ സ്റ്റാറിൽ നിന്ന് മാറ്റർ എന്താ പറയുക കമ്പാനിയനിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും അങ്ങനെ കമ്പാനിയനിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എക്സ്റേസ് ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ട് എക്സ്റേസ് എമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസും കാണിക്കാറുണ്ട്. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന എക്സ്റേസിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് നമ്മൾ അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ് ഹൊറൈസൺ. ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ബ്ലാക്ക് ഹോൾ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഏതാണ്ട് കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിളുകളുടെ വേവ് ബിഹേവിയർ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസുകളുമായിട്ട് എത്തിച്ചേരാം. അതുവരെ goodbye.